ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് കുത്തിയോട്ട വഴിപാട് സമർപ്പണം നടത്തുന്ന വീടുകളിൽ ഭക്തജനത്തിരക്കേറുന്നു. കുത്തിയോട്ടത്തിന്റെ പൊലിവ് ചടങ്ങ് ശനിയാഴ്ച നടക്കും. ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കുത്തിയോട്ടം വഴിപാട് സമർപ്പണത്തിൽ വൻ തിരക്കാണ് കുത്തിയോട്ട വീടുകളിൽ അനുഭവപ്പെടുന്നത്. ശിവരാത്രി സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചു തുടങ്ങിയ കുത്തിയോട്ടപ്പാട്ടും ചുവടും രേവതി നാളായ ശനിയാഴ്ച പൊലിവോടെയാണ് പൂർണ്ണമാകുന്നത്. ശനിയാഴ്ച സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച ശേഷം ദേവി സ്തുതിയോടെയാണ് പൊലിവ് ചടങ്ങ് ആരംഭിക്കുന്നത്. പിന്നാലെ കുത്തിയോട്ട മണ്ഡപത്തിന് മുന്നിൽ ചെമ്പട്ട് വിരിച്ച് പാത്രം വെക്കും. തുടർന്ന് കുത്തിയോട്ട സംഘം പൊലിവ് പാട്ട് പാടും. കുത്തിയോട്ടപ്പാട്ടിലെ ഗൌരവം വിട്ട് അല്പം രസകരമായ പതിഞ്ഞ താളത്തിലാണ് പൊലിവ് പാട്ടുകൾ സാധാരണ ചിട്ടപ്പെടുത്താറുള്ളത്. വഴിപാടുകാരനാണ് പൊലിവ് പാത്രത്തിൽ ആദ്യ ദക്ഷിണ സമർപ്പിക്കുന്നത്. വഴിപാടുകാരന്റെ ബന്ധുക്കളുടെ ഊഴമാണ് പിന്നീട്. തുടർന്ന് ഭക്തജനങ്ങൾക്കും യഥാശക്തി പൊലിവ് നൽകാം. ചെട്ടികുളങ്ങര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 16 കുത്തിയോട്ട വഴിപാടുകളാണ് ഉള്ളത്. കുത്തിയോട്ട വീടുകളിലെ വിശാലമായ പന്തലിൽ പാട്ടും ചൂടും തുടങ്ങാനായി വൈകുന്നേരം തന്നെ അക്ഷമരായി ജനങ്ങൾ കാത്തിരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. തുടർന്ന് അലങ്കരിച്ച ദേവീപീഠത്തിന് മുൻപിൽ ദീപാരാധന കഴിഞ്ഞാൽ പാട്ടുകാരും ചുവടുകാരും എത്തി കുത്തിയോട്ടം ആരംഭിക്കും. കുത്തിയോട്ട ബാലകന്മാരുടെ ആചാരപരമായ ചുവടുവെപ്പ് കഴിഞ്ഞ് പരിശീലനം ലഭിച്ച മുതിർന്നവരുടെ ചുവടുവെപ്പാണുള്ളത്. ഈ ഘട്ടത്തിൽ പാട്ടും ചൂടും മുറുകും. പ്രത്യേകമായി തയ്യാറാക്കിയ ദേവീപീഠത്തിന് നേരെ മുന്നിൽ ചുവടും അതിനരികിലായി പാട്ടുകാരും നിലകൊള്ളുന്നതോടെയാണ് കുത്തിയോട്ട അനുഷ്ഠാനം തുടങ്ങുന്നത്. കുത്തിയോട്ട ചുവടുകാരുടെ വേഷധാരണത്തിനുമുണ്ട് ചിട്ടകൾ. കരയുള്ള വേഷ്ടി ചുരുക്കി ഉടുത്ത് നേരിയതുകൊണ്ട് ഇടക്കെട്ട് കെട്ടി വെള്ള ബനിയനും ധരിച്ചാണ് ചുവടുകാർ ചുവട് വെക്കുന്നത്. കുത്തിയോട്ട വഴിപാട് നടക്കുന്ന വീടുകളിൽ സമൂഹ അന്നദാനവും നടക്കാറുണ്ട്. നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ കുത്തിയോട്ട വഴിപാട് കാണാൻ ഓണാട്ടുകര ഭാഗത്തേക്ക് എത്തുകയാണ്. ഫീഡ് ന്യൂസ് കായംകുളം.